വിളിച്ചതാ. ഞാൻ വന്നിട്ട് നീ ഹോസ്റ്റലാണ് താമസിക്കുന്നത്? ക്ലാസ് കഴിയുമ്പോ ലൈബ്രറിയിലേക്ക് വന്നാൽ മതി, നിറയെ സംസാരിക്കാനുണ്ട്. ഓക്കെ, ബൈ. ഇത് പരിചയമുള്ള വണ്ടിയല്ലേ? ഇത് പുതിയ ഇതൊന്ന് മാറ്റണം, അല്ലാത്ത പക്ഷം ഷിപ്പിയായെന്ന് കയ്യിൽ കൊണ്ടുവന്ന് വാരി ഓടിക്കാൻ തള്ളി മാറ്റണം. ഇടഞ്ഞുള്ള സാറന്മാരുടെ സാറന്മാരെ മാറ്റാൻ പോകുന്നു. ആരുടെ വണ്ടിയാണല്ലേ? നോക്കി പേടിപ്പിക്കാതെ വണ്ടി എടുത്ത് മാറ്റി മോളെ. സ്ഥലോ കൊണ്ടെടുത്ത് മാറ്റ്. നിങ്ങൾ വണ്ടിയിടുന്ന സ്ഥലം ഒന്ന് പേരെഴുതി വെച്ചിട്ടുണ്ടോ? വണ്ടി എടുക്കുന്ന നമുക്ക് ഞാൻ പോന്നെ, ഞാനൊന്ന് നോക്കട്ടെ. അത് മോളെ പ്ലീസ് അറിയേ നമ്മുടെ വണ്ടി മാറ്റിക്കൊടു. വണ്ടി പുറകോട്ട് എടുക്കട്ട്. സ്ഥലം കാലി നീ ഒന്ന് മാറടെ, ഞാൻ നോക്കട്ട്. നീ പറയാൻ നോക്ക്. ചെല്ലി കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ലക്ഷണമുണ്ട്. കണ്ടാൽ കോട്ടയം റബ്ബറാണെന്ന് തോന്നുന്നു. ആ റബ്ബറാണ് എളുപ്പത്തിൽ പറയും, വലിയും ചെയ്യും. നീ ശരിക്കും പേടിച്ചു വരട്ടെ. നിങ്ങളൊക്കെ കൂടി എന്നെ വലിയ ആക്കി വെച്ചിരിക്കുന്നത് അവരെ എങ്ങനെ കരുതുന്നു എനിക്കറിയാം. നീ നോക്കിക്കോ. ശരിയാ. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് ബൈബിളിൽ ഞാനിതാ കണ്ടെത്തിയിരിക്കുന്നു. എടോ ഇല്ല കൂടാ താനാ താനോ 2 മിനിറ്റ് കൂടെ നിൽക്കേ, ഞാനിപ്പോ വരാം. എനിക്ക് 6 മണിക്ക് സെമിനാറിൽ എത്താനുള്ള താനൊന്ന് അറിഞ്ഞിരിക്കുള്ള പാതിരി തന്നെ കൂടെ കൊണ്ട് കിടക്കുന്ന എന്തിനാണെന്നറിയാം? തനിക്ക് തല്ലുകൊള്ളാതിരിക്കാം. കറക്റ്റ് കറക്റ്റ്. അയ്യടാ സോറി. എക്സ്ക്യൂസ് മീ. വീരയുടെ ഇന്നലത്തെ പെർഫോമൻസ് കലക്കി. പെമ്പുകരായി ഇങ്ങനെ വേണം. ഇന്നലെ ഞങ്ങൾ ഉറക്കിയത് തന്നെ ഒന്നും വേണമെന്നില്ല. ഈ സ്മാർട്ട്നെസ് സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് ആവശ്യമില്ല. ഓഹോ, എന്നെപ്പോഴും കുറെ തേർഡ് റേറ്റ് പാർട്ടീസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ കോളേജിലേക്ക് വന്നത്. ഐ എം സോറി. നൈസ് ഗേൾ, ഗുഡ് നേച്ചർ. അതുകൊണ്ടാണ് നിനക്ക് തല്ലുകൊള്ളായിരുന്നു. പിന്നെ ഞൊട്ടും. ആ കുട്ടി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോ. ആദ്യം എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ ഇല്ലിക്കൂടെ കണ്ടോ അവളെ ഈ ബൈക്കിന്റെ പുറകിൽ നിർത്തി ഇങ്ങനെ